സമ്മേളന സംക്ഷിപ്ത വിവരം. 11ാം സമ്മേളന നടപടികളുടെ സംക്ഷിപ്ത വിവരം. 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലെ ധനാഭ്യർത്ഥനകളെ വിശദമായി പരിഗണിച്ച് പാസാക്കുന്നതിനായി ചേർന്ന 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് അവസാനിക്കുകയാണ്. 2024 ജൂൺ 10 ആരംഭിച്ച സമ്മേളനം ആകെ 28 ദിനങ്ങൾ ചേരാനാണ് കലണ്ടർ തയ്യാറാക്കിയിരുന്നതെങ്കിലും 2024 ജൂൺ 25 തീയതി ചേർന്ന കാര്യോപദേശക സമിതിയുടെ യോഗത്തിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 9 ദിവസത്തെ സമ്മേളനം ഒഴിവാക്കിയുണ്ടായി. പുതുക്കിയ കലണ്ടർ പ്രകാരം ആകെ 19 ദിവസങ്ങളാണ് സഭ ചേർന്നത്. അതിൽ ധനാഭ്യർത്ഥനയുടെ പരിഗണനയ്ക്കായി 12 ദിവസങ്ങൾ നീക്കിവെക്കുകയുണ്ടായി. നിയമനിർമ്മാണത്തിൽ 2024 കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ, 2024 കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ, 2024 കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ, 2024 കേരള ധനകാര്യ ബിൽ എന്നീ സുപ്രധാന ബില്ലുകൾ സഭ പാസാക്കുകയും 2023 കേരള പൊതുരേഖ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയുണ്ടായി. 2024-25 വർഷത്തെ ബജറ്റിനെ സംബന്ധിക്കുന്നതും ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിക്കുന്നതും മുൻ വർഷങ്ങളിൽ അധിക ധനാഭ്യർത്ഥനകൾ സംബന്ധിക്കുന്നതുമായ ധനവിനിയോഗ ബില്ലുകളും അതോടൊപ്പം സഭ പാസാക്കുകയുണ്ടായി. ബില്ലുകൾ ജനറൽ അമെൻമെൻറ്റ് ഉൾപ്പെടെ ആകെ 1549 ഭേദഗതി നോട്ടീസുകൾ ലഭ്യമായത്. ബില്ലുകളുടെ വകുപ്പ് തിരിച്ചുള്ള പരിഗണന വേളയിൽ അംഗങ്ങൾ നോട്ടീസ് നൽകിയ 10 ഭേദഗതികൾ ബന്ധപ്പെട്ട മന്ത്രിമാർ സ്വീകരിക്കുകയുണ്ടായി. ഈ സമ്മേളനത്തിൽ സഭ സമ്മേളിച്ച ആകെ സമയമായ 123 മണിക്കൂർ 6 മിനിറ്റിൽ ധനകാര്യ ബിസിനസ്സിനായി 45 മണിക്കൂറും 10 മിനിറ്റും നിയമനിർമ്മാണത്തിനായി 14 മണിക്കൂറും 19 മിനിറ്റുമാണ് വിനിയോഗിക്കപ്പെട്ടത്. ഏറെ നാളുകൾക്ക് ശേഷം ഈ സമ്മേളന കാലയളവിൽ അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യത്തിനായി മാറ്റിവെച്ച 3 വെള്ളിയാഴ്ചകളും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷകരമാണ്. പ്രസ്തുത ദിവസങ്ങളിലായി 12 അനൌദ്യോഗിക ബില്ലുകളും 4 അനൌദ്യോഗിക പ്രമേയങ്ങളും സഭ ചർച്ച ചെയ്യുകയുണ്ടായി. ഇക്കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ച ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ ചെയർ അഭിനന്ദിക്കുന്നു. അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യം സംബന്ധിച്ച ബിസിനസ്സുകൾ നിർവഹിക്കുന്നതിന് കൂടുതൽ സമയം ലഭിക്കുന്നതിന് വെള്ളിയാഴ്ചകളിൽ അടിയന്തര സാഹചര്യത്തിലൊഴികെ റൂൾ 50 ഒഴിവാക്കണമെന്ന് ചെയർ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് അനുകൂല പ്രതികരണമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അക്കാര്യത്തിലുള്ള ചെയറിൻ്റെ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ചയ്ക്ക് പകരം സഭ പൂർണ്ണമായും ചേരുന്ന മറ്റൊരു ദിവസം അനൌദ്യോഗിക അംഗങ്ങളുടെ ബിസിനസ് പരിഗണിക്കണമെന്ന നിർദ്ദേശത്തോട് സഭാ ചട്ടങ്ങളുടെ പരിഷ്കരണത്തിനായി രൂപീകരിക്കപ്പെട്ടിരുന്ന അഡ്ഹോക് സമിതി യോജിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ചെയർ ഇത്തരത്തിലൊരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതും അംഗങ്ങളത് സ്വാഗതം ചെയ്തതും. നിയമസഭാ ചട്ടങ്ങളുടെ മലയാള പരിഭാഷ ആധികാരികമാക്കുന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി സ്പീക്കർ രൂപീകരിച്ച വിദഗ്ധ സമിതി സമ്മേളന കാലയളവിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അടിയന്തര പ്രമേയം എന്ന വാക്കിന് പകരം നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്ന ഭേദഗതി ഉൾപ്പെടെ പ്രസ്തുത റിപ്പോർട്ടിൽ 5ാം ഖണ്ഡികയിൽ ശുപാർശ ചെയ്തിരുന്ന ഭേദഗതികൾ 2024 ജൂൺ 20 പ്രാബല്യം നൽകി അംഗീകരിക്കുകയും റിപ്പോർട്ടിലെ മറ്റ് ശുപാർശകൾ ചട്ടങ്ങൾ സംബന്ധിച്ച സമിതിയുടെ കൂടി പരിശോധനയ്ക്ക് ശേഷം നടപ്പാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. വിവിധ ദിവസങ്ങളിലായി സഭയുടെ മേശപ്പുറത്ത് വയ്ക്കപ്പെട്ട 2023 അർത്ഥപലിശയും ജന്മിഭോഗവും കരത്തിൽ ചെലവ് നിർത്തലാക്കൽ, 2024 കേരള പഞ്ചായത്ത് കെട്ടിടം അനധികൃത നിർമ്മാണങ്ങളുടെ ക്രമവൽക്കരണം, 2024 കേരള മുനിസിപ്പാലിറ്റി കെട്ടിട അനധികൃത നിർമ്മാണങ്ങളുടെ ക്രമവൽക്കരണം, 2023 കേരള ഗവൺമെൻറ് ലാൻഡ് അലോട്ട്മെൻറ്റ് ആൻഡ് അസൈൻമെൻറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് റൂൾസ് എന്നീ ചട്ടങ്ങൾ ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നോട്ടീസ് നൽകിയ ഭേദഗതികൾ സഭ പരിഗണിക്കുകയും അവയിൽ നിരവധി ഭേദഗതികൾ ബന്ധപ്പെട്ട മന്ത്രിമാർ സ്വീകരിക്കുകയുണ്ടായി. സഭ നൽകിയ അധികാരം വിനിയോഗിച്ചുകൊണ്ട് സർക്കാർ നിർമ്മിക്കുന്ന ചട്ടങ്ങൾ നിയമസഭ പാസാക്കിയ മൂലനിയമങ്ങൾക്ക് അനുസൃതവും കുറ്റമറ്റതുമാണെന്ന കാര്യം ഉറപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ജാഗ്രതയോടെ ഇത്തരം ഇടപെടലിനെ ചെയർ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നിയമസഭ പാസാക്കുകയും ഗവർണറുടെ അനുമതി ലഭിക്കുകയും ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തൊരു ആക്ട് സഭയുടെ മേശപ്പുറത്ത് വെക്കുന്നതിൽ കാലതാമസമുണ്ടായ വിഷയത്തിൽ ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നും ഇക്കാര്യം ഒരു ചട്ടവ്യവസ്ഥയെ നടപടി ചട്ടങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുന്നതിനായുള്ള ഒരു സുപ്രധാന റൂളിംഗും ഈ സമ്മേളനത്തിൽ നൽകുകയുണ്ടായി. കുവൈത്തിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ അഗ്നിബാധയിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെ പരിക്കേറ്റവരുടെയും ദുഃഖത്തിൽ സഭ പങ്കുചേരുകയും ചെയ്തു. 2020 ക്രിക്കറ്റിൽ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ അംഗങ്ങളെയും ടീം മാനേജ്മെൻറ്റിനെയും സഭ ഹാർദമായി അനുമതിക്കുകയുണ്ടായി. 11ാം സമ്മേളനം നടന്ന കാലയളവിൽ ചട്ടം 50 പ്രകാരമുള്ള 15 നോട്ടീസുകളാണ് സഭ പരിഗണിച്ചത്. സംസ്ഥാനത്തിൻ്റെ നാമധേയം കേരളം എന്ന് ഭേദഗതി ചെയ്യുന്നതും സംബന്ധിച്ച് ഗവൺമെൻറ് പ്രമേയം സമ്മേളന കാലയളവിൽ സഭ ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു. കൂടാതെ ചട്ടം 130 അനുസരിച്ച് ബഹുമാനപ്പെട്ട അംഗം ശ്രീ എം വിജിൻ നോട്ടീസ് നൽകിയ നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേട് സംബന്ധിച്ച് ഉപക്ഷേപം സഭ ചർച്ച ചെയ്യുകയും മെഡിക്കൽ പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭീതി ഉത്കണ്ഠയും ദൂരീകരിക്കുന്നതിന് അടിയന്തരവും വിശ്വാസയോഗ്യവുമായ നടപടികൾ സ്വീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ചട്ടം 725 പ്രകാരമുള്ള പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കുകയുണ്ടായി. നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യത്തിൽ
മറുപടിയിൽ നിന്നുള്ളവായ പൊതു പ്രാധാന്യമുള്ള കാര്യത്തെപ്പറ്റി ചട്ടം 49 അനുസരിച്ചുള്ള അരമണിക്കൂർ ചർച്ചയ്ക്ക് ബഹുമാനപ്പെട്ട അംഗം എന്നെ നെല്ലിക്കുന്ന് നൽകിയ നോട്ടീസ് ജൂൺ 25 കാര്യവിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും സഭാ നടപടികൾ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ പരിഗണിക്കാൻ കഴിയാത്തത് നിർഭാഗ്യകരമായി പോയി. 12 വർഷങ്ങൾക്ക് മുമ്പാണ് സഭ ഇത്തരത്തിലൊരു ചർച്ച പരിഗണിച്ചതെന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങൾ സഭാതലത്തിൽ ചർച്ച ചെയ്യുന്നതിന് മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട അംഗങ്ങളെ ചെയർ അഭിനന്ദിക്കുന്നു. കുടിശ്ശികയായ സർക്കാർ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി അനുവദിക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട മലബാർ മേഖലയിലെ സീറ്റ് പ്രതിസന്ധി പരിശോധിച്ച് പുതിയ ബാച്ചുകളും സീറ്റുകളും അനുവദിക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയും ചട്ടം 300 പ്രകാരം പ്രസ്താവന നടത്തുകയുണ്ടായി. സമ്മേളന കാലയളവിൽ 34 ശ്രദ്ധ ക്ഷണിക്കലുകളും 202 സബ്മിഷനുകളും സഭ മുമ്പാകെ അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി പറയുകയും ചെയ്തു. 4 CNDG റിപ്പോർട്ടുകൾ ഉൾപ്പെടെ സമ്മേളനത്തിലാകെ 486 രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും നിരവധി നിയമസഭാ കമ്മിറ്റികളുടേതായ 129 റിപ്പോർട്ടുകൾ സഭയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ 2024 ജൂൺ 10 മുതൽ ജൂലൈ 11 വരെയുള്ള കാലത്ത് 19 ചോദ്യ ദിവസങ്ങൾ ഉത്തരം ലഭിക്കുന്നതിനായി നക്ഷത്ര ചിഹ്നമിട്ടതും നക്ഷത്ര ചിഹ്നമിടാത്തതുമായ ആകെ 7509 ചോദ്യങ്ങൾക്കുള്ള നോട്ടീസുകൾ ലഭ്യമായത്. ഇതിൽ 94 എണ്ണം വിവിധ കാരണങ്ങളാൽ നിരസിക്കുകയും 18 എണ്ണം പിൻവലിക്കുകയും ചെയ്തു. ശേഷിച്ചവയിൽ 570 എണ്ണം നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ ലിസ്റ്റിലും 6827 എണ്ണം നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ ലിസ്റ്റിലും ഉൾപ്പെടുത്തി. ആകെ 7397 ചോദ്യങ്ങൾ അച്ചടിക്കുകയും അതിൽ നക്ഷത്ര ചിഹ്നമിടാത്ത 3 ചോദ്യങ്ങൾ പിൻവലിക്കുകയും 4 എണ്ണം നീക്കം ചെയ്യുകയും ചെയ്തു. നക്ഷത്ര ചിഹ്നമിട്ട 570 ചോദ്യങ്ങൾക്കും നക്ഷത്ര ചിഹ്നമിടാത്ത 6064 ചോദ്യങ്ങൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഈ സമ്മേളന കാലത്ത് തന്നെ ഉത്തരം ലഭ്യമാക്കിയിട്ടുണ്ട്. 756 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ട്. അടിയന്തര ചോദ്യത്തിനായി 3 നോട്ടീസുകൾ ലഭ്യമാക്കുകയും 1 എണ്ണം അനുവദിക്കുകയും ചെയ്തു. ചോദ്യോത്തര വേളകളിൽ 84 ചോദ്യങ്ങൾ വാക്കാൽ മറുപടി പറയുന്നതിനായി പരിഗണിച്ചിട്ടുണ്ട്. 544 അവസരങ്ങളിലായി 625 ഉപചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. വിവിധ സമ്മേളനങ്ങളിൽ നക്ഷത്ര ചിഹ്നമിട്ടതും നക്ഷത്ര ചിഹ്നമിടാത്തതുമായ 11 ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ തെറ്റ് തിരുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ ഈ സമ്മേളനത്തിൽ സഭയിൽ സമർപ്പിക്കുകയുണ്ടായി. 13ാം കേരള നിയമസഭയുടെ 14ാം കേരള നിയമസഭയുടെയും വിവിധ സമ്മേളനങ്ങളിലും 15ാം കേരള നിയമസഭയുടെ 1 മുതൽ 10 വരെയുള്ള സമ്മേളനങ്ങളെയും അന്തിമ മറുപടിയോ ലഭ്യമാക്കാതിരുന്ന ചോദ്യങ്ങളിൽ 44 എണ്ണത്തിൻ്റെ ഉത്തരം ചട്ടം 47(2) പ്രകാരമുള്ള കാലതാമസ പത്രിക സഹിതം ഈ സമ്മേളനകാലത്ത് സഭയിൽ സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ജലവിഭാഗ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷക്ഷേമം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി എന്നിവർ ഈ സമ്മേളനത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഇതിനകം മറുപടി ലഭ്യമാക്കിയിട്ടുണ്ട്. നിയമസഭാ ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി ലഭ്യമാക്കുന്നതിൽ മറ്റു മന്ത്രിമാർക്കും ഈ മാതൃക സ്വീകരിക്കാവുന്നതാണ്. ഇനിയും മറുപടി നൽകാനുള്ള ചോദ്യങ്ങൾക്ക് പൂർണ്ണമായും ചട്ടം അനുശാസിക്കുന്ന വിധം മറുപടി ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ചെയർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 15ാം കേരള നിയമസഭയിലെ അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം സഭ അല്പസമയം നിർത്തിവെച്ചെടുക്കുകയും തുടർന്ന് അതിൻ്റെ കോപ്പികൾ അംഗങ്ങൾക്ക് ഇതിനകം ലഭ്യമാക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ശ്രീ കെ രാധാകൃഷ്ണൻ, ഷാഫി പറമ്പിൽ എന്നീ അംഗങ്ങൾ സമ്മേളന കാലയളവിൽ നിയമസഭാ അംഗത്വം രാജിവെക്കുകയുണ്ടായി. ശ്രീ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച ഒഴിവിൽ ശ്രീ OR കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും ഈ കാലയളവിലാണ്. സഭാ സമ്മേളനത്തിനിടയ്ക്ക് ജൂൺ 14-15 തീയതികളിൽ ലോക കേരള സഭയുടെ 4ാം സമ്മേളനം നിയമസഭാ സമുച്ചയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. KLAMSും പരിസ്ഥിതി വകുപ്പ് യൂണിസെഫും സംയുക്തമായി കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച നിയമസഭാ സാമാജികർക്കായി ഒരു ഇൻ്ററാക്റ്റീവ് സെഷൻ സമ്മേളന കാലയളവിൽ സംഘടിപ്പിക്കുകയുണ്ടായി. കൂടാതെ എല്ലാവർക്കും സ്പോർട്സ്, എല്ലാവർക്കും ആരോഗ്യം എന്ന കായിക നയത്തിൻ്റെ ഭാഗമായി ഈ സ്പോർട്സ് ഹബ്ബുകൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കുറിച്ചും ബഹുമാനപ്പെട്ട അംഗങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ള ഒരു പരിപാടിയും സംഘടിപ്പിച്ചു. അനേക വർഷ കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന ഭൂപടം തന്നെ മാറ്റി വരയ്ക്കാനാകും വിധം വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യ കണ്ടെയ്നർ കപ്പലിനെ വരവേറ്റുകൊണ്ടുള്ള പൊതുസമ്മേളനം നാളെ നടക്കുകയാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രവർത്തിച്ച എല്ലാവരെയും കേരള നിയമസഭ ഈ അവസരത്തിൽ ചെയർ അഭിനന്ദിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. നമ്മുടെ 11ാം സമ്മേളന നടപടികൾ വിജയിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, വിവിധ കക്ഷി നേതാക്കൾ, മറ്റ് സഭാംഗങ്ങൾ എന്നിവർ കാണിച്ച സഹകരണം അങ്ങേയറ്റം മാതൃകാപരമായിരുന്നു. അതിൻ്റെ പേരിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സമ്മേളനം വിജയിപ്പിക്കുവാൻ ആവശ്യമായ സഹകരണം നൽകിയ നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും വിവിധ വകുപ്പ് തലങ്ങളിലെയും ഉദ്യോഗസ്ഥർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ,
പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർ, വിവിധ സേനാ ഉദ്യോഗസ്ഥർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർ, വിവിധ സേനാ ഉദ്യോഗസ്ഥർ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും 77ാം സ്വാതന്ത്ര്യ വാർഷിക ദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം എല്ലാവർക്കും ആഹ്ലാദകരമായ ഓണാശംസകൾ നേരുന്നു. ഓർഡർ 2023 കേരള പൊതുരേഖാ ബിൽ സംബന്ധിച്ച സെലക്ട് കമ്മിറ്റിയിൽ ശ്രീ എം വിൻസെന്റിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നവർ അറിയിക്കുകയാണ്.